കഴിഞ്ഞ ദിവസമാണ് നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ OBYOC എന്ന സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെന്ന് യുവതികൾ സമ്മതിക്കുന്ന വീഡിയോ പുറത്തുവരുന്നത്. അഹാന ജീവനക്കാരോട് സംസാരിക്കുന്ന വീഡിയോ അമ്മ സിന്ധു കൃഷ്ണയാണ് പുറത്തുവിട്ടത്. തട്ടിപ്പ് നടത്തിയവർ ആദ്യം തങ്ങളോട് തെറ്റു ഏറ്റുപറഞ്ഞ് പണം തിരിച്ചു തരാമെന്ന് സമ്മതിച്ചതാണെന്നും പിന്നീട് കള്ളക്കേസ് നൽകാനുള്ള പുതിയ ആശയം മറ്റാരോ അവർക്ക് നൽകിയതാണെന്നും അഹാന പറയുന്നു. വലിയ തുക മോഷ്ടിക്കുകയും അത് പിടിക്കപ്പെട്ടപ്പോൾ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വ്യാജ പരാതി നൽകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണവർ. കള്ളക്കേസ് നൽകി മോഷ്ടിച്ച പണം തിരിച്ചു നൽകാതെ രക്ഷപ്പെടാമെന്ന് തോന്നിയിടത്താണ് അവർ സ്വയം കുഴി തോണ്ടിയത്. മോഷണം കണ്ടെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം കുറ്റം ഏറ്റുപറഞ്ഞ് ഒത്തുതീർപ്പിനായി 3 പെൺകുട്ടികൾ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയും അവർക്കെതിരെ കേസെടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന്റെയും വീഡിയോയും അമ്മ സിന്ധു കൃഷ്ണ പുറത്തുവിട്ടിരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ ബാക്കിയുള്ള പണം തിരികെ നൽകാമെന്നും ഇവർ പറഞ്ഞിരുന്നു. എന്നാൽ ഈ സംസാരം നടന്ന ദിവസങ്ങൾക്കു ശേഷം ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകാനുള്ള ഐഡിയ ഇവർക്കാരോ ഉപദേശിച്ചു. സത്യം തെളിയിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ വീഡിയോ പുറത്തുവിടുന്നത്. കാരണം നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും സത്യം എന്താണെന്ന് വ്യക്തമായി കാണും. മറുവശത്തുള്ളയാൾ സെലിബ്രിറ്റിയാണെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന തട്ടിപ്പുകാർക്കുള്ള ശക്തമായൊരു താക്കീതാണ് ഈ വീഡിയോ. കുറച്ച് ലൈക്കുകൾക്കും വ്യൂവേഴ്സിനുമായി സ്ഥിരീകരിക്കാത്ത വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുള്ള മീഡിയകളുണ്ടായിരിക്കാം. എന്നാൽ അതൊക്കെ കുറച്ചു സമയത്തേക്ക് നിലനിൽക്കും. മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളക്കഥകൾ പറഞ്ഞ് കരയാനാണ് ഈ തട്ടിപ്പുകാർ ശ്രമിച്ചത്. ഇവർ മാന്യരായിരുന്നെങ്കിൽ മോഷ്ടിച്ച പണം അവർക്ക് തിരിച്ചു നൽകാൻ ശ്രമിക്കാമായിരുന്നു. അവർക്കും ഞങ്ങൾക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകി അപകീർത്തിപ്പെടുത്തിയാൽ മോഷ്ടിച്ച പണം നൽകുന്നതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അവർ ചിന്തിച്ചു. അവിടെയാണ് അവർ സ്വയം കുഴി തോണ്ടിയത്, അഹാന പറയുന്നു. നേരത്തെ സിന്ധു കൃഷ്ണകുമാർ പുറത്തുവിട്ട 12 മിനിറ്റോളം വരുന്ന വീഡിയോയിൽ അഹാന ഈ 3 ജീവനക്കാരോടും ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ മാപ്പ് പറയുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. ദിയയുടെ സ്ഥാപനത്തിൽ ആഭരണങ്ങൾ വിറ്റുകിട്ടുന്ന പണം കടയിലെ QR കോഡ് തകരാറാണെന്ന് പറഞ്ഞ് ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാർ പരാതി കൊടുത്തത്. ആഭരണങ്ങൾ വാങ്ങിയ ചില പരിചയക്കാർ പറഞ്ഞാണ് തട്ടിപ്പ് മനസ്സിലായതെന്നും തുടർന്ന് പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ 2 തവണയായി 8,82,000 രൂപ തിരിച്ചു നൽകിയിരുന്നുവെന്നും പിന്നീട് രാത്രിയിൽ ദിയയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതോടെയാണ് പരാതി നൽകിയതെന്നും കൃഷ്ണകുമാർ പറയുന്നു. പിന്നാലെ 3 ജീവനക്കാരികളും കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ പരാതി കൊടുക്കുകയും ചെയ്തു. മെയ് 30-ന് കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കിലെ ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും ജാതീയമായും സ്ത്രീത്വത്തെയും അപമാനിച്ചുവെന്നാണ് പരാതി ഇവർ നൽകിയത്. വിഷയത്തിൽ വാദി തങ്ങളാണ്. കുഴപ്പമുണ്ടെന്ന് മനസ്സിലായതോടെ അവർ ജാതി കാർഡ് ഉപയോഗിച്ചുവെന്നും കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ജീവനക്കാരികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ തീരുന്ന വിഷയമേ ഇവിടെ ഉള്ളൂ. പണം എടുത്തിട്ടുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് ഇത് അന്വേഷിക്കാത്തത്? പോലീസ് സംവിധാനം ശരിയായാണ് പ്രവർത്തിച്ചത്. എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിൽ കാണുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു.